ശിക്ഷാവിധിയിൽ മാത്രം വാദം മതിയെന്ന ജഡ്ജി കർശനമായി പറഞ്ഞതോടെയാണ് പ്രതികളുടെ അഭിഭാഷകർ എല്ലാവരും ശിക്ഷായിളവ് കുറവ് വേണമെന്ന അഭ്യർത്ഥന മാത്രം നടത്തിയത്. ഒരു മണിയാകാറായിരിക്കുന്നു. വിധി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഷബ്ന സിയാദ് കൂടി ചേരുന്നുണ്ട് ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷബ്ന, 6 പ്രതികളുടെയും വാദം കഴിഞ്ഞിരിക്കുന്നു. പ്രതികൾക്കും പ്രോസിക്യൂഷനും പറയാനുള്ളത് കോടതി കേട്ടിരിക്കുന്നു. ഇനി ഉടൻ തന്നെ വിധി നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ? അഖില, ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇതിൻ്റെ വിധി പ്രസ്താവം ഉണ്ടായേക്കും. കാരണം ഇപ്പോഴുള്ള വാദങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. 6 പ്രതികളുടെയും അഭിഭാഷകർ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം പ്രതികൾക്ക് പറയാനുള്ളത് കേട്ടിരുന്നു, പിന്നീട് പ്രോസിക്യൂഷൻ പറയാനുള്ളത് കേട്ടു. അതിനുശേഷം ഓരോ അഭിഭാഷകർക്കും പറയാനുള്ള കാര്യങ്ങൾ കോടതി കേൾക്കുകയായിരുന്നു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കോടതിയലക്ഷ്യ ഹർജികൾ കോടതിയുടെ പരിഗണനയിലുണ്ട്. അതിൽ വാദം കേൾക്കുന്ന കാര്യത്തിൽ കോടതി എത്തി. 18-ാം തീയതി അതിൽ വാദം കേൾക്കാം. പ്രത്യേകിച്ച് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് ഇത്തരത്തിൽ കോടതിയലക്ഷ്യ ഹർജികൾ നിലനിന്നിരുന്നത്. അത് 18-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് ദിലീപിൻ്റെ പാസ്പോർട്ട് വിട്ടുകൊടുക്കണം എന്നൊരാവശ്യമാണ്. അതിലിപ്പോൾ വാദം തുടരുകയാണ്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ദിലീപിൻ്റെ പാസ്പോർട്ട് വിട്ടു നൽകരുത് എന്നാണ്. ഏതായാലും കോടതി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇന്ന് തന്നെ വിധി പറയും എന്നും വ്യക്തമാക്കിയിരുന്നതാണ്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വിധി പറയാനാണ് സാധ്യത. ഏകദേശം വൈകിട്ടോട് തന്നെ ഇവർക്കുള്ള ശിക്ഷ വിധിക്കാനാണ് സാധ്യത കാണുന്നത്. പൾസർ സുനിയുടെ അഭിഭാഷകനടക്കം ഇന്ന് കോടതിയിൽ പറഞ്ഞത് കുടുംബത്തിൻ്റെ അവസ്ഥ പരിഗണിക്കണം. ഒരമ്മ മാത്രമാണുള്ളത്. അമ്മയ്ക്ക് ഏക ആശ്രയം ഈ മകൻ മാത്രമാണ്. അതുകൊണ്ട് ശിക്ഷാ ഇളവ് വേണം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കോടതി കുടുംബ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷം ശിക്ഷ വിധിക്കാമെന്നൊരു പരാമർശം കോടതി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടബലാത്സംഗം 376D എന്ന വകുപ്പ് ഈ എല്ലാ പ്രതികൾക്കും ഒരുപോലെ നിലനിൽക്കുമോ എന്ന നിയമപ്രശ്നമായിരുന്നു കോടതി ഉന്നയിച്ചിരുന്നത്. ഈ കോടതിയിൽ ഈ വാദം ശക്തമായ വാദം തന്നെ പ്രോസിക്യൂഷൻ നടത്തി. കാരണം ഇത്തരത്തിൽ മറ്റ് പ്രതികൾ സഹായം നൽകിയില്ലെങ്കിൽ, ഏതായാലും ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് വിധി 3:30 എന്നാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 വിധി പറയും എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വാദങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഇന്ന് കോടതി വിധി പറയുന്നത്. ഓരോരുത്തർക്കുള്ള ശിക്ഷ, അതായത് പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, പ്രദീപ്, വിജീഷ്, സലീം, വടിവാൾ സലീം, ഈ 6 പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് നൽകുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം 3:30 ഇന്ന് തന്നെ കോടതി വിധി പറയും. അതോടൊപ്പം തന്നെ ഈ വിധി പകർപ്പ് പുറത്തു വരും. ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ടതിൻ്റെ കാരണം എന്ത് എന്ന് ഈ വിധി പ്രസ്താവത്തിൽ ഉണ്ടാകും. ഏതായാലും കോടതി നടപടികൾ ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 തന്നെ വിധി പറയാനാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. 6 പ്രതികൾക്കുള്ള ശിക്ഷയും കോടതി വിധിക്കും. പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ നൽകണം, എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി ചോദിച്ചിട്ടുള്ള ചില നിയമപരമായ സംശയങ്ങളുണ്ട്. 376D എന്ന വകുപ്പ്, അതായത് കൂട്ടബലാത്സംഗം എന്ന വകുപ്പ് ഈ 6 പ്രതികൾക്കും ഒരുപോലെ നിലനിൽക്കുമോ എന്ന കാര്യമായിരുന്നു ചോദിച്ചത്. പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്ന വാദം ഈ വകുപ്പുകൾ നിലനിൽക്കും. കാരണം ഇവർ സഹായിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി പൾസർ സുനി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് ഈ വകുപ്പുകളെല്ലാം നിലനിൽക്കും എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ റേപ്പിൻ്റെ നിർവചനം സംബന്ധിച്ചുള്ള നിയമപരമായ അല്ലെങ്കിൽ നിയമത്തിൽ വന്ന ഭേദഗതിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നു. നിർഭയ കേസിന് ശേഷം 2013 ശേഷമാണ് ക്രിമിനൽ ലോയിലെ അമെൻമെൻറ്റ് പ്രകാരം ഇത്തരത്തിൽ നടത്തുന്ന ഈ സ്ത്രീകളോട് നടത്തുന്ന ഈ സെക്ഷൽ അസൾട്ട് അത് എല്ലാം തന്നെ റേപ്പിൻ്റെ പരിധിയിൽ വരും എന്ന് നിർഭയ കേസിന് ശേഷം ഭേദഗതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നടിയോട് നടത്തിയിട്ടുള്ള ഈ അതിക്രമം അത് ബലാത്സംഗത്തിൻ്റെ പരിധിയിൽ വരുന്നതാണോ എന്ന നിയമപ്രശ്നം കോടതിയിൽ ചർച്ചയായിരുന്നു. അതിനുശേഷം കോടതി വ്യക്തമാക്കിയത് ഈ നിർഭയ കേസിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ബലാത്സംഗത്തിന്റെ പരിധിയിൽ വന്നത്. അതുകൊണ്ട് പൾസർ സുനി ശിക്ഷാവിധി ഇന്ന് വൈകിട്ട് 3:30 ഉണ്ടാകുമെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വിശദമായ വാദമാണ് ഇന്ന് കോടതിയിൽ നടന്നിട്ടുള്ളത്. നിർണായക വിധി 3:30 വരുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. സൈഫുന്റെ സാലിയാറും ഷബ്ന സിയാദും സാഹിൻ ആന്റണിയുമാണ് വിവരങ്ങൾ നൽകിയത്.